हाथ में हाथ लिए बाबा के चलो करे हम सैर। ओम शांति। बाबा ने हम बच्चों को 3 बिंदी का ज्ञान दिया है। हम सब जानते हैं, आत्मा बिंदी, परमात्मा बिंदी और ड्रामा बिंदी। तो आत्मा की गहराई में हम गए पहले दिन। कल हमने परमात्मा का कैसे हम बाबा को अपने साथ रखें, भिन्न भिन्न संबंधों में रखें, और बाबा को कैसे बिंदी लगाना है, बाबा से कैसे योग लगाना है ना। तो वो हमने कल उस पर चिंतन और अनुभव करे। ബാബ നമ്മൾ കുട്ടികൾക്ക് 3 ബിന്ദുവിൻ്റെ അറിവ് നൽകിയിട്ടുണ്ട്. ഒന്ന് സ്വ ആത്മ ബിന്ദു, ബാബ ബിന്ദു, ഡ്രാമ ബിന്ദു. അപ്പോൾ 3 ദിവസത്തെ ക്ലാസ്സുകളിലൂടെ ദീദി നമ്മൾ കുട്ടികൾക്ക് ആത്മാവിൻ്റെ ഗഹനമായിരിക്കുന്ന പരിചയവും അനുഭവവും ചിന്തനം ചെയ്യിപ്പിച്ചു. ഇന്നലെ ബാബ എന്താണ്, ബാബ എങ്ങനെ കൂടെ വെക്കണം, ബാബയിലൂടെ എങ്ങനെയാണ് അനുഭവം ചെയ്യേണ്ടത്, സർവ്വസംബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകി. ഉദാഹരണങ്ങളിലൂടെ, അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ബാബ എങ്ങനെ കൂടെ വെക്കണം എല്ലാ സംബന്ധങ്ങളിൽ എന്നതിൻ്റെ ചിന്തനം നമ്മൾ ഇന്നലെ ചെയ്തു. ഇനി 3ാമത്തേതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. तो अभी हम ड्रामा के ऊपर जो है चिंतन और पॉइंट्स निकालेंगे, क्योंकि बाबा ने आकर हमें ड्रामा का ज्ञान दिया। इससे पहले तो हमें ड्रामा का ज्ञान था ही नहीं. ഇന്ന് നമ്മൾ 3ാമത്തെ ബിന്ദു, അതായത് ഡ്രാമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തനം ചെയ്യാനും അതിലെ പോയിന്റ്സ് കണ്ടെത്താനാണ് പോകുന്നത്. അപ്പോൾ ബാബ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഡ്രാമയുടെ അറിവ് നേടിയത്. അതിനു മുൻപ് നമുക്ക് ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. और अगर हमारा टीचर हमें ड्रामा का पाठ पढ़ा रहा है तो उससे सिद्ध होता है कि वर्तमान पुरुषार्थ में ड्रामा हमें बहुत मदद करता है, ड्रामा का ज्ञान. ടീച്ചറായിരിക്കുന്ന ബാബ നമ്മൾ കുട്ടികൾക്ക് ഇന്ന് ഡ്രാമയുടെ ലെസണാണ് പഠിപ്പിക്കുന്നെങ്കിൽ നമുക്കതിലൂടെ ഉറപ്പ് വരുത്താൻ പറ്റും വർത്തമാന സമയത്തിൽ നമ്മുടെ പുരുഷാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സഹയോഗം നൽകുന്നത് ഡ്രാമയുടെ പോയിന്റാണ്. बाबा 2-4 बातें ड्रामा के लिए कई बार बोलता है. पहली बात बाबा बोलते हैं कि ड्रामा जो है वो एक्यूरेट है. ഡ്രാമയെക്കുറിച്ച് ബാബ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഒന്ന്, ഡ്രാമയെക്കുറിച്ച് പറയാറുള്ളത് ഡ്രാമ വളരെയധികം അക്യുറേറ്റ് ആണ്, വളരെ കൃത്യതയുള്ളതാണ്. अब कई बार इस पे ऊपर मन में संकल्प उठता कि बाहर किसी को दुख हो रहा है, दुनिया में इतना दुख है, परेशानियां हैं, अशांति है, या किसी के साथ कोई किसी को मार रहा है, मर्डर कर रहा है, कोई किसी का रेप कर रहा है, कहाँ कुछ हो रहा है, कहाँ कुछ हो रहा है. और बाबा कहता है ड्रामा एक्यूरेट है. ബാബ മക്കളോട് പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ പോയിന്റാണ്, ഡ്രാമ വളരെ അക്യുറേറ്റ് ആണ്. നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ചിന്തകൾ വരാറുണ്ട്. പറഞ്ഞ ലോകത്തിൽ നോക്കുമ്പോൾ, ദൃശ്യങ്ങൾ കാണുമ്പോൾ പലയിടത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ജീവിതങ്ങളിലുള്ള ദുഃഖങ്ങൾ, അതുപോലെ പ്രയാസങ്ങൾ, ചിലയിടത്ത് കൊലയും നടക്കുന്നു, ചിലയിടത്ത് ബലാത്സംഗ കേസുകൾ നടക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടും ബാബ പറയാണ് ഡ്രാമ വളരെ एक्यूरेट ആണ്. अब आप अपने पे देख लीजिए, आपका कोई पर्स चुरा के ले जाए, कोई मोबाइल हाथ से छीन के ले जाए हैं, और आप कहो ड्रामा एक्यूरेट है, बोल पाओगे?
അതായത് ദീദി പറയാൻ ഒന്ന് നിങ്ങളെ കുറിച്ച് തന്നെ സ്വയം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ് പെട്ടെന്ന് ആരെങ്കിലും കട്ടുകൊണ്ടുപോയി, നിങ്ങളുടെ മൊബൈലിന് ആരെങ്കിലും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയി, അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഡ്രാമ അക്യുറേറ്റ് എന്ന് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ? പറ്റുമോ? बाबा तो कहता है ड्रामा एक्यूरेट है। ये तो ड्रामा का सीन था ना, तो था तो एक्यूरेट। तो बाबा जो एक्यूरेट शब्द कहता है उसका बाबा का क्या भाव अर्थ है, ये हमको समझना है. ഡ്രാമയിലുള്ള ദൃശ്യം അതായിരുന്നു, നിങ്ങളുടെ പേഴ്സ് എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ മൊബൈൽ കട്ടുകൊണ്ടോ, അത് ഡ്രാമയിലുള്ള ദൃശ്യമാണ്. അപ്പൊ ബാബ പറയുന്ന ഡ്രാമയിലുള്ള ദൃശ്യം അത് ആക്യുറേറ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും, ബാബ ഏത് ഭാവത്തോടു കൂടിയാണ് ആ ഡ്രാമ ആക്യുറേറ്റ് എന്ന് പറഞ്ഞത്, അത് ചിന്തിക്കേണ്ടതായിട്ട് വരും. अब इसको समझने के लिए, इसकी एक्यूरेसी को समझने के लिए कि ड्रामा कैसे एक्यूरेट है, सबसे पहले ये समझें कि ड्रामा की स्क्रिप्ट किसने लिखी है. അതായത് ഡ്രാമയുടെ അക്യുറസിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഡ്രാമ കൃത്യതയുള്ളതാണെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ഇതാണ്, ഈ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്? एक बार एक बच्चा घर में था, उसका बाप उसको डंडे से पीट रहा था. पड़ोसी ने पूछा कि तुम इसको क्यों पीट रहे हो, क्यों मार रहे हो बच्चे को? उसने कहा कल इसका रिजल्ट आना है और मैं जो हूँ कल आउट ऑफ स्टेशन हूँ, इसलिए मैं आज ही पीट के जा रहा हूँ. ഒരു കഥ പറയുകയാണ്. ഒരിക്കലൊരു വീട്ടില് അച്ഛൻ തൻ്റെ കുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് അയൽവക്കക്കാരൻ ചോദിച്ചു, എന്തിനാ ആ കുട്ടിയെ വെറുതെ ഇട്ട് അടിക്കുന്നതെന്ന്. അപ്പൊ അച്ഛൻ പറയാ, നാളെയാണ് ഈ കുട്ടിയുടെ റിസൾട്ട് വരുന്നത്, നാളെ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഞാൻ വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി തന്നെ അടി കൊടുക്കുകയാണ്. तो ये बच्चे ने पिटाई खाने की स्क्रिप्ट किसने लिखी? बच्चे ने खुद लिखी. बिल्कुल. अब ऐसा कर्म वैसा फल. तो अगर वो बच्चा पढ़ाई नहीं कर रहा है तो वो अपनी भविष्य की स्क्रिप्ट क्या लिख रहा है कि तेरे को डंडे खाने पड़ेंगे. ये सब स्क्रिप्ट उसने अपना, जिसको बाबा कहता है भाग्य कहो फल कहो, तो हर कोई, हर एक आत्मा अपनी स्क्रिप्ट खुद लिख रही है. അപ്പൊ അവിടെ ആ കഥയിൽ നടന്നതായിരിക്കും, ചിലപ്പോൾ കഥയായിരിക്കാം. അപ്പൊ അതില് ആ കുട്ടി അടി ഏൽക്കണം എന്നുള്ളത് ആ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്, അതായത് കഥാകൃത്ത് ആരാണ് അതിലുള്ളത്? അപ്പൊ സ്വയം ആ കുട്ടി തന്നെ, കാരണം അത്രയും ദിവസം പഠിച്ചില്ല എന്നുള്ളത് അച്ഛന് ഉറപ്പുണ്ടായി. അപ്പൊ പഠിച്ചില്ലെങ്കിൽ തോൽക്കും, മാർക്ക് കുറയും എന്നുള്ളത് അച്ഛന് മനസ്സിലായി. അപ്പൊ കുട്ടി തന്നെയല്ലേ പഠിക്കാതിരുന്നതും, അതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതും അതിന്റെ ഫലവത്ത് എന്തായിരിക്കും എന്നുള്ളതും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ബാബ പറയാറുണ്ട്, ചിലപ്പോൾ ഭാഗ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ചിലപ്പോൾ ബാബ ഫലം എന്ന് പറയാറുണ്ട്. ഏതാണെങ്കിലും ഞാൻ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിൻ്റെതാണല്ലോ എനിക്ക് ഫലം കിട്ടുന്നത്, അതായിരിക്കും ഭാഗ്യം കിട്ടുക. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്. आप अपना एग्जाम्पल लिख लीजिए. आज जो आप यहाँ भट्टी करने आए हैं, तो ये भट्टी करने की स्क्रिप्ट किसने लिखी है आपकी? ഇപ്പൊ നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ എഴുതാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഭട്ടി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്? और जो भट्टी करने नहीं आए हैं उनकी भट्टी ना करने की स्क्रिप्ट किसने लिखी? ഇപ്പൊ സ്ക്രിപ്റ്റില് ഭട്ടിക്ക് വരാത്തവരും ഉണ്ട്. വരാതിരിക്കണം എന്ന സ്ക്രിപ്റ്റ് അവരുടെ ഡ്രാമയിൽ ആരാ എഴുതിയത്? സ്ക്രിപ്റ്റ് എഴുതിയത് ആരാ? समझ में आ गई बात है ना. अब बाबा कई बार मुरली में भी कहता है कि बच्चे, मैंने तुम्हें कर्म करने की, श्रेष्ठ कर्म करने की कलम दे दी है, अब तुम्हारे हाथ में है, तुम अपना भाग्य जो लिखना चाहो लिख लो. ബാബ പലപ്പോഴും പറയാറില്ലേ, ശ്രേഷ്ഠ ഭാഗ്യത, ശ്രേഷ്ഠ കർമ്മം വരയ്ക്കാനുള്ള, ചെയ്യാനുള്ള പേന ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ അതിനെ വരച്ചെടുക്കുക, അത് നിങ്ങളുടേതാണ് ചോയ്സ്. അപ്പോൾ ഭട്ടിയിൽ വരാതിരിക്കുക അതോ വരിക, ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്? അത് വ്യക്തമായിരിക്കണം. इसलिए
भक्ति में भी कहते हैं आत्मा अपना ही मित्र है और अपना ही शत्रु है. അതുകൊണ്ടാണ് ഭക്തിയിൽ പറയാറുള്ളത് ആത്മാ സ്വയം ആത്മാവിന് മിത്രനുമാണ് അതേപോലെ ശത്രുവാണ് എന്നുള്ളത്. ठीक है, सभी को ये बात क्लियर हो गई? कोई क्वेश्चन इसमें? ഡ്രാമയുടെ അക്യുറസിയെ കുറിച്ച് ഏതാണ് വിശദീകരണം തന്നത്, ചിന്തനം തന്നത്? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ ആണെങ്കിൽ अब तो नहीं पूछेंगे बाबा ये स्क्रिप्ट कब लिखी थी? പിന്നെ ചോദ്യം ഉണ്ടാവരുത്, ബാബ ഇതൊക്കെ എപ്പോഴാ എഴുതിയത്, ഈ സ്ക്രിപ്റ്റ് എപ്പോഴാ എഴുതിയത് എന്നൊന്നും ചോദ്യം സംശയം തന്റെ മനസ്സിൽ ഉണ്ടാവരുത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഓക്കെ ഇങ്ങനെ പറയും. क्लियर हुआ ना? तो अब बात आती है एक्यूरेसी की. अब जिसने जैसी स्क्रिप्ट लिखी है अपनी वो वैसा ही पार्ट बजाएगा ना, वैसा ही बजाएगा. നേരത്തെ പറഞ്ഞ പോയിന്റ് വ്യക്തമാക്കിയത് നമ്മുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണെന്ന്. അപ്പൊ നമുക്കതെല്ലാം വ്യക്തമായി അത് ഞാൻ തന്നെയാണ് എഴുതിയത് എന്ന്. ഇനിയിപ്പോ രണ്ടാമത് ബാബ പറഞ്ഞ അത് അക്യുറേറ്റ് ആണെന്ന് പറയാനുള്ളത് എന്താ? ഞാൻ എന്താണോ എഴുതിയത് അതുപോലെയല്ലേ ഞാൻ അഭിനയിച്ചത്, അപ്പൊ അത് അക്യുറേറ്റ് അല്ലേ? अब वो भट्टी में नहीं आए, वो एक्यूरेट है क्योंकि उन्होंने जो स्क्रिप्ट अपनी लिखी थी, जो उन्होंने संकल्प करा था उस अनुसार तो वो अपना एक्यूरेट पार्ट बजा रहे हैं. आप भट्टी में आए, आपने ये स्क्रिप्ट लिखी थी, अब आप उस अनुसार अपना एक्यूरेट पार्ट बजा रहे हैं. ഇപ്പോൾ ഭട്ടിയിൽ വരാത്തവര്, വരണ്ട എന്ന് സ്ക്രിപ്റ്റ് എഴുതിയത് അവരാണ്, അതുകൊണ്ട് അവരിവിടെ എത്തിയില്ല, വന്നില്ല. അത് അക്യുറേറ്റ് ആണല്ലോ, കാരണം സങ്കല്പം എന്താണ് വധിച്ചത് അതുപോലെ തന്നെ. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എനിക്ക് ഇന്ന ദിവസം ഭട്ടിക്ക് പോകണം, ആ സങ്കല്പം വന്നു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി, അത് പ്രാക്ടിക്കലായി എന്ന് വെച്ചാൽ അത് വളരെയധികം അക്യുറേറ്റ് ആയിട്ട് ഡ്രാമ നടക്കുകയാണ് എന്നുള്ളത്. उसी तरह से दूसरे एंगल से देखें, अब ड्रामा में राम भी है, रावण भी है ना. अगर रावण राम की तरह व्यवहार करने लग जाए तो उसको एक्यूरेट कहेंगे? डायरेक्टर क्या कहेगा? कट कट, तुम क्या कर रहा है, तुमको जोर से बोलना और तू तो राम की तरह प्यार से बोल रहा है, दोबारा कर, कट कट. ഇപ്പോൾ ഒരു ഡ്രാമയുടെ ദൃശ്യം നടക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചോളൂ, രാമന്റെ പാർട്ട് അഭിനയിക്കാൻ ഒരു ആക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മറ്റൊരാൾ രാവണന്റെ പാർട്ട് അഭിനയിക്കണം. എന്നിട്ട് ആക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രാമൻ രാവണനെ പോലെ അഭിനയിക്കാൻ തുടങ്ങിയാൽ ഉടനെ ഡയറക്ടർ എന്താ കൊടുക്കുക? കട്ട് കട്ട് എന്ന് പറയില്ല, റീടേക്ക് എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാമൻ അഭിനയിക്കാൻ വിട്ട നിന്നെ നീ എന്തിനാ ഈ രാവണൻ അഭിനയിക്കുന്നതെന്ന് പറയാറില്ലേ? अब हमारे यहाँ रामलीला होती है, अब हनुमान जी बैक स्टेज पे बीड़ी पी रहे होते हैं, लेकिन स्टेज पर आके तो बीड़ी नहीं पिएंगे, नहीं तो गड़बड़ हो जाएगी, वो फिर एक्यूरेट नहीं रहेगा. അതായത് ഇപ്പോ നമുക്കറിയാം അരങ്ങിന്റെ പുറകിൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. അത് ആര് ഏത് വേഷം ധരിക്കുന്നവരാണെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവം ഒക്കെ ഇവിടെ കാണും, സ്റ്റേജിന്റെ പുറകിലല്ലേ ഉണ്ടാവുക. അപ്പൊ രാമന്റെ വേഷം ധരിക്കുന്ന വ്യക്തി രാമലീല ഗ്രൗണ്ടിൽ എത്തിയിട്ട് സ്റ്റേജിന്റെ പുറകിൽ നിന്ന് വീടി വലിക്കാൻ, രാമന്റെ വേഷം ഇട്ട് സ്റ്റേജിൽ വന്ന് വീടി വലിച്ചാൽ എന്തായിരിക്കും? അതിനെ ആക്യുറസി പറയില്ലല്ലോ, അതല്ലല്ലോ രാമന്റെ ഡ്യൂട്ടി. तो एक्यूरेट क्या हुआ फिर? एक्यूरेट यही हुआ कि राम राम की तरह व्यवहार करे, रावण रावण की तरह व्यवहार करे, हनुमान हनुमान की तरह व्यवहार करे, सीता सीता लगनी चाहिए, स्वरूप नखा लगनी चाहिए, वो एक्यूरेट हुआ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രാമ കൃത്യമാണ് എന്ന് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെ മനസ്സിലാക്കണം? രാമന് എന്താണ് റോള് കിട്ടിയത് ആ ആത്മ രാമന്റെ പാർട്ട് തന്നെ അഭിനയിച്ചിരിക്കണം. രാവണന് ഏതാണ് റോള് കിട്ടിയിരിക്കുന്നത് രാവണൻ രാവണന്റെ റോള് തന്നെ അഭിനയിക്കണം. അതുപോലെ തന്നെ ആ കഥയിൽ സീതയുണ്ട്, സീതയുടെ റോള് സൂർബനകയാണെങ്കിൽ അത് സൂർബനകയുടെ തന്നെ റോള് അഭിനയിച്ചിരിക്കണം. इसी तरह से आप देखते हैं, इसको और मैं स्पष्ट करती हूँ. इसी तरह से आप देखते हैं कि कहीं पर जब मास में कुछ होता है, नुकसान होता है, बाढ़ आ जाती है या इस तरह की मिस हैपनिंग्स होती हैं, तो वहाँ दो तरह के लोग पहुँचते हैं. एक चोरी करने वाले पहले पहुँच जाते हैं, लूटने वालों को इन्फॉर्मेशन फास्ट मिलती है, और बचाने वाले थोड़ा लेट आते हैं. दोनों आते हैं.
പലപ്പോഴും നമ്മൾ ചില അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, അതിപ്പോൾ പ്രകൃതിയുടെ ഇതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആക്സിഡന്റോ വല്ലതും സംഭവിക്കുമ്പോൾ രണ്ട് പ്രകാരത്തുള്ള ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടാറുള്ളത്. ഒന്ന് കളവ് ചെയ്യാനുള്ളത്, അവിടെ എന്തൊക്കെ കിട്ടുന്നെല്ലാം പെറുക്കിക്കൊണ്ട് പോകാനുള്ളവരും, രണ്ടാമത്തെ അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നവർ. അപ്പൊ സ്വാഭാവികമായിട്ടും കട്ടെടുത്ത് കൊണ്ടുപോകാനുള്ളവരാണ് പെട്ടെന്ന് എത്തിപ്പെടുക, രക്ഷിക്കാനുള്ളവർ പിന്നെ അതിനുശേഷം വൈകിട്ടേ എത്തുകയുള്ളൂ. तो ड्रामा अनुसार जो चोरी करने वाले, लूटने वाले हैं, वो अपने संस्कार अनुसार, ड्रामा अनुसार, स्वभाव अनुसार वो जो लूट रहे हैं वो अपने हिसाब से तो एक्यूरेट ही कर रहे हैं. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ കൊള്ളയടിക്കുന്നവർ വേഗം വരുന്നു എങ്കിൽ ഡ്രാമ അനുസരിച്ച്, അവരുടെ റോൾ അനുസരിച്ച്, അവരുടെ സംസ്കാരം അനുസരിച്ച് അവരുടെ പാർട്ട് അവിടെ അക്യുറേറ്റ് ആയിട്ട് നടക്കുകയാണ്. और जो बचाने वाले हैं वो भी अपने संस्कार स्वभाव अनुसार अपना एक्यूरेट पार्ट बजा रहे हैं. അതേപോലെ രക്ഷാപ്രവർത്തകരാണെങ്കിലും അവരുടെ സ്വഭാവം, അവർക്ക് ലഭിച്ചിരിക്കുന്ന റോള്, അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അതാ സമയത്ത് വന്ന് അവരുടെ പാർട്ട് അവര് അഭിനയിക്കും. अब हम जो व्यूअर्स हैं, अब व्यूअर के ऊपर डिपेंड करता है. अगर व्यूअर का स्वभाव संस्कार बचाने वालों जैसा है, रहम दिल है, उसके स्वभाव संस्कार में वो है, तो वो कहेगा ये बचाने वाले ने ठीक किया, उसने गलत किया. जिसने चोरी करी उसने गलत किया, और जिसने बचाया उसने ठीक किया. അപ്പൊ അവിടെ കാഴ്ചക്കാരായി വരുന്നവരുണ്ട്, കാഴ്ചക്കാരി നിൽക്കുന്നവര്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, അതോ അവരുടെ ഉള്ളിൽ ഏത് സ്വഭാവ സംസ്കാരമാണ് യോജിച്ചത്, അതിനനുസരിച്ച് അവരെന്ത് പറയും, ഇവരെ രക്ഷിക്കാൻ വന്നവർ അവരുടെ കാര്യമൊക്കെ വളരെ കൃത്യമായി ചെയ്തു, ഈ കൊള്ളക്കാരത്ര ശരിയായില്ല, അവർ ചെയ്ത കർമ്മ തീരെ, പ്രവൃത്തി തീരെ ശരിയല്ല എന്ന് പറയും. अब जो खुद ही चोर डाकू होगा वो कहेगा अरे मैं क्यों यहाँ चला गया, उस समय मैंने ये अपॉर्चुनिटी मिस कर दी. അതേ സമയത്ത് കൊള്ളക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പറഞ്ഞ, അതേപോലെയുള്ള സംസ്കാര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ കൊള്ളടിക്കുന്ന ഇത് കാണുമ്പോൾ അയാൾ ചിന്തിക്കാൻ തുടങ്ങും, ഇത്രയൊക്കെ കൊള്ളടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ സമയം ഞാൻ എവിടെയായിരുന്നു, വെറുതെ എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ എന്നുള്ളത് ചിന്തയിൽ വരും. और वो उनको अप्रिशिएट करेगा, अच्छा लूटा उसने. കൊള്ളക്കാരെ പിന്നീട് അവര് പുകഴ്ത്തി പറയാൻ തുടങ്ങുന്നു, വലിയ നല്ല കാര്യമാണ് സമയത്തിൽ ചെയ്തല്ലോ എന്ന് പറയും. है ये बात फैक्ट की नहीं है? ഇതല്ലേ യഥാർത്ഥ സത്യം, ഇങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്. ഏസാണെങ്കിൽ കയ്യെങ്കിലും എനിക്ക്, അപ്പൊ കുറച്ച് ഉറക്കെല്ലാം പോവും. तो ड्रामा एक्यूरेट है? ഇപ്പൊ ഡ്രാമ ആക്യുറേറ്റ് അല്ലേ? तो एक्यूरेट का मतलब ये नहीं है कि ड्रामा जो है कायदे सिर चले. एक होता है कायदे सिर चलना, जो थोड़े दिन पहले बाबा ने कहा कि सतयुग में हर चीज कायदे सिर होगी, और द्वापर कलयुग बेकायदे की दुनिया है. तो कायदा बेकायदा अलग चीज होती है, एक्यूरेट का अर्थ कुछ और होता है. അപ്പൊ നമ്മളിവിടെ കുറച്ചും കൂടി ഡെപ്തിലേക്ക് ചിന്തിക്കുമ്പോൾ ദീദി പറയാണ്, ഡ്രാമ അക്യുറേറ്റ് എന്ന് ബാബ പറയുമ്പോൾ അത് ഇങ്ങനെ തന്നെ നടക്കണമെന്നല്ല, പറഞ്ഞാൽ നിയമാനുസാരം എല്ലാം നടക്കൂന്നല്ല. അപ്പൊ ബാബ കഴിഞ്ഞ 2 ദിവസത്തെ മുരളിയിലും കൂടി പറഞ്ഞല്ലോ, സത്യുഗത്തിൽ ഓരോ കാര്യങ്ങളും അതിൻ്റെതായിരിക്കുന്ന നിയമവിധിയിലൂടെ നടക്കും. എന്നാൽ ദ്വാപരയുഗത്തിന് ശേഷം എന്ത് സംഭവിക്കും? നേരെ വിപരീത രീതിയിലാണ് നടക്കുക. അപ്പോൾ നിയമപരമായിട്ട് നടക്കുന്നതും അതിൻ്റെതായിരിക്കുന്ന വിധി പ്രകാരം നടക്കുന്നതും വിധി പ്രകാരമല്ലാതെ നടക്കുന്നതും ഈ രണ്ടും വേറെയാണ്. അക്യുറേറ്റ് എന്ന് പറയുന്ന ശബ്ദം വേറെയാണ്. इसीलिए ना फर्क समझ आ गया ना, कायदे बेकायदा है लेकिन एक्यूरेट का अर्थ कुछ और होता है. जो बाबा एक्यूरेट कहता है उसका ये भाव है. इसलिए बाबा कहता है कोई भी सीन आए तो उस सीन में विचलित नहीं हो. ड्रामा अनुसार जिसने जो पार्ट बजाया वो उसने अपना एक्यूरेट पार्ट बजाया.
അപ്പൊ ഇവിടെ നമുക്ക് ആ രണ്ടിന്റെയും അന്തരം മനസ്സിലാക്കി വെക്കണം. അതായത് അക്യുറേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഭാവാർത്ഥം എന്തായിരുന്നു, ഭാവം ഉദ്ദേശിച്ചത് എന്താണ്, അതുപോലെ തന്നെ വിധിപ്രകാരം അഥവാ വിധിപ്രകാരമല്ലാതെയും നടക്കുന്ന കാര്യങ്ങൾ, ഇത് രണ്ടിനെയും നമുക്ക് വളരെ വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ബാബ പറയാറുണ്ട്, അപ്പൊ അങ്ങനത്തുള്ള സന്ദർഭങ്ങളൊക്കെ നടക്കുമ്പോൾ ബാബ തന്നെ പറയാറുണ്ട് അതെല്ലാം ഡ്രാമ അനുസരിച്ച് വളരെ അക്യുറേറ്റ് ആണെന്ന് പറയാറുണ്ട്. लेकिन अब मुझे देखना है कि मुझे क्या पार्ट बजाना है. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് പാർട്ട് അഭിനയിക്കേണ്ടത്. वो विलियम ने तो अपने हिसाब से एक्यूरेट पार्ट बजाया, अब मुझे अपने पार्ट पे फोकस करना है कि अब मुझे क्या पार्ट बजाना है. അപ്പൊ അവിടെ വില്ലന്മാർ അവരുടെ പാർട്ട് അതിനനുസരിച്ച് നടന്നു, അത് മറ്റവരുടെ പാർട്ട് അവർ അതിനനുസരിച്ച് അക്യുറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെ എൻ്റെ പാർട്ട് എന്താണ് അതിലേക്ക് ഞാൻ ഫോക്കസ് കൊടുക്കണം, അതിലേക്ക് എൻ്റെ മുഴുവൻ ശ്രദ്ധ ഉണ്ടായിരിക്കണം. इसको एक और ढंग से आपको समझाती हूँ, एक्यूरेसी क्या होती है. एक्यूरेट जो बाबा कहता है ये खेल है. ड्रामा को कई बार बाबा कहता है ये खेल चल रहा है, हम सब खेल रहे हैं. तो जब क्रिकेट खेलते हैं, गेम होती है, तो एक बॉलर होता है, एक बैट्समैन होता है ना. बोल दूं सारा? हाँ. अच्छा, एक बॉलर होता है, एक बैट्समैन होता है. अब बॉलर की एक्यूरेसी क्या है, बॉलर क्या पार्ट बजाएगा, उसकी पार्ट की एक्यूरेसी क्या है. इस टारगेट से बॉल फेंकेगा कि मुझे बैट्समैन को आउट करना है, उसके लिए वो एक्यूरेसी है. और बैट्समैन के लिए क्या एक्यूरेसी है कि मुझे इसकी बॉल पे छिक्का मारना है, चौका मारना है, रन लेने हैं. दोनों की ऑपोजिट है, लेकिन दोनों एक्यूरेट है. आप बैट्समैन को भी रॉन्ग नहीं कह सकते कि ये, लेकिन है दोनों ऑपोजिट बात कर रहे हैं. समझ में आई बात? ഇപ്പോൾ ബാബ പറയുന്നതിൻ്റെ ആ അക്യുറസിൻ്റെ ഒന്നും കൂടി രീതി നമുക്ക് വളരെ വ്യക്തമായി സ്പഷ്ടമാക്കി തരികയാണ്. ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ ബാബ പലപ്പോഴും പറയാറുണ്ട് ഡ്രാമയിലൊരു കളിയാണ് എന്ന്. അപ്പോൾ ദീദി പറയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിക്കറ്റിൻ്റെ കളി നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു, അതിൽ ബൗളറുണ്ട്, പിന്നീട് ആരാണ് ബാറ്റ്സ്മാൻ ഉണ്ട്, പിന്നീട് പിടിക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബൗളറിൻ്റെ ഡ്യൂട്ടി എന്താണ്, ബോൾ എറിയുക എന്നുള്ളതാണ്. അവർക്ക് ഏത് ടൈമിൽ ബോൾ എറിയാനുള്ള ഇത് വരുന്ന ആ സമയത്തിൽ അവർ ബോൾ എറിയ വേണം. അതേ സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക, ബോൾ എറിഞ്ഞ് ആ അപ്പുറത്ത് നിൽക്കുന്ന ബാറ്റ്സ്മാനെ ഔട്ട് ചെയ്യണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയായിരിക്കും ബോൾ എറിയുക. അതേപോലെ ബാറ്റ്സ്മാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ബാറ്റ്സ്മാൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക, ഈ ബോളിലേക്കായിരിക്കും ശ്രദ്ധ ഉണ്ടാവുക. രണ്ടാമത് അതിനെ 6 അടിക്കണോ 4 അടിക്കണോ എന്നുള്ള ചിന്തയിലായിരിക്കും ആ വ്യക്തി നിൽക്കുക. അപ്പൊ രണ്ടുപേരുടെ റോൾ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരവരുടെ റോളിൽ അവരവർ ആക്യുറേറ്റ് ആണ്. ഇവർ ബോൾ എറിയുക തന്നെ വേണം, അവർ ബാറ്റ് അടിക്കുക തന്നെ വേണം. अब वहीं पर ये ऑपोजिट हो जाए, अगर बॉलर जानबूझ के ऐसी बॉल फेंके कि जिससे बैट्समैन छिक्का मार दे, और या बैट्समैन जानबूझ के आउट हो जाए, तो लोग क्या कहेंगे, इसने शायद पैसे खाए हैं. അപ്പം അവിടെ ബോൾ എറിയുന്ന വ്യക്തിക്ക്, ബൗളർക്ക് ആരെങ്കിലും അയാൾ ശരിക്കും കളിച്ചില്ലായിരുന്നെങ്കിൽ, അത് നല്ല ബോളറാണ് പക്ഷെ ആ സമയത്തിൽ ശരിക്കും കളിച്ചില്ല, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു എങ്കിൽ, അതേസമയത്ത് അപ്പുറത്തുള്ള ബാറ്റ്സ്മാന് നല്ല ബോൾ കിട്ടിയിട്ടും അയാൾ 6ഓ 4ഓ അടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ, വെറുതെ സ്വയം ഔട്ടാവുകയാണ് ചെയ്തെങ്കിൽ പുറമെ കാണികൾ എന്താ പറയുക, നല്ല പൈസ ഇയാൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയില്ലേ. या फिर कहेंगे ये ठीक नहीं खेला, वो एक्यूरेट नहीं है, ठीक नहीं खेला. അവർ പറയും ഇയാൾ ചെയ്തത് അത്ര ശരിയല്ല, ഇത് അക്യുറേറ്റ് അല്ല എന്ന് പറയില്ലേ, അവരുടെ ഗ്രൂപ്പിലുള്ളവരും പറയും. ठीक है. अब माया हम पर बॉल फेंकती है, वो तो एक्यूरेट फेंक रही है, उसमें कोई उसकी वो तो गलत नहीं है ना. माया वार करती है, अपनी बॉल फेंक रही है, और मैं कहूँ बाबा ये क्यों कर रही है, ये गलत है, इसको ऐसा नहीं करना चाहिए, तो ये तो रॉन्ग है हमारी सोच. माया तो एक्यूरेट कर रही है.
അപ്പൊ ഈ കളിയിൽ ഞാൻ എന്നെ ഉൾപ്പെടുത്തി നോക്കാം. ഇവിടെ ബൗളറാണ് മായ. മായ വളരെ അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ അതിന്റെ സമയത്തിന് അത് ബോൾ എറിയുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ ബാറ്റ്സ്മാനായിട്ട് നിൽക്കാണ് ബാറ്റും പിടിച്ചിട്ട്. എന്നിട്ട് ബാബയോട് പറയാ, ബാബ ഇത് ശരിയല്ല കേട്ടാ, മായ നോക്കി ഇങ്ങനെയൊക്കെയാണ് ബോൾ എറിയുന്നതെന്ന് പറയുന്നത് ശരിയാണോ? മായ അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വിഘ്നങ്ങൾ സമയാനുസാരം ബോൾ എറിയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാബയോട് പരാതി പറയാണ്, ബാബ ഇത് ശരിയല്ല മായ ചെയ്യുന്നത്. मुझे सोचना है कि इस माया की बॉल में मुझे कैसे खेलना है. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മായ ഏത് വശത്തുകൂടെ എങ്ങനെ വേണമെങ്കിലും ബോൾ എറിയട്ടെ, പക്ഷെ അവിടെ എൻ്റെ ശ്രദ്ധ എന്തിലായിരിക്കണം, ആ ബോളിനെ എങ്ങനെയാണ് അടിച്ചു തെറിപ്പിക്കേണ്ടത്, അതിലെനിക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. ठीक है, तो मुझे दूसरों को देख कर कि ये इसका व्यवहार ठीक नहीं है या ये गलत बोल रहा है, या कई बार हम बड़ी कड़ी लैंग्वेज भी बोल देते हैं कि ये अन्याय कर रहा है, ये न्याय नहीं है. हम ऐसे ऐसे शब्द बोल देते हैं. वो जो कर रहे हैं, वो माया जो कर रही है, माया तो ये तो बेकायदे की दुनिया है, तो वो जो कर रही है वो ड्रामा अनुसार माना तमो प्रधान दुनिया होने के कारण वो जो हो रहा है वो एक्यूरेट हो रहा है. अब मुझे सोचना है कि मुझे यहाँ पर अब कैसे अपने को बचाना है या विन करना है. അതേപോലെ നമ്മുടെ പ്രാക്ടിക്കൽ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റുള്ളൊരു വ്യക്തിയുടെ പെരുമാറ്റമോ അവരുടെ വ്യവഹാരം ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ രീതിയിലാണ് ആ വ്യക്തി ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ പലപ്പോഴും നമ്മളുടെ വാക്കുകളുടെ പ്രയോഗമൊക്കെ ചിലപ്പോൾ കടുത്തു പോകാറുണ്ട്. ഇയാൾ ഇങ്ങനെയല്ലല്ലോ ചെയ്യണത്, ശരിയല്ലല്ലോ, ചിലപ്പോൾ അന്യായത്തിൻ്റെ അടുത്ത് വരെ എത്തിപ്പോകുന്നു പറഞ്ഞാൽ അതിനേക്കാളും മുകളിലുള്ള കടുത്ത വാക്കുകളുടെ പ്രയോഗമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ അവരുടെ റോൾ അവരെന്താണ് സ്ക്രിപ്റ്റ് അതിനനുസരിച്ചാണ് അവരവിടെ അഭിനയിക്കുന്നത്. ഡ്രാമാനുസരിച്ച് അത് നിയമവിരുദ്ധമായിരിക്കുന്ന ഈ ലോകത്തില് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കില്ലേ. അപ്പൊ ഡ്രാമാനുസാരം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ സമയത്ത് തമോപ്രധാന അവസ്ഥയാണ്. അപ്പൊ തമോപ്രധാന അവസ്ഥയിൽ ജനങ്ങളും അതുപോലുള്ള പെരുമാറ്റ രീതികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരുടെ പെരുമാറ്റം എങ്ങനെയോ ഉണ്ടാകട്ടെ, അവിടെ ഞാൻ എന്നെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കണം, ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, ആ കുടുക്കിൽപ്പെടാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെടണം, അല്ല എങ്കിൽ ഞാൻ അതെങ്ങനെ ജയിക്കണം, അത് വിൻ ആകണം എന്നുള്ളത് അത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. इसलिए अगर ड्रामा के इस खेल को एंजॉय करना है तो बाबा क्या कहता है, क्या करो, हाय हाय नहीं करो, वाह वाह करो, वाह ड्रामा वाह, है ना, वाह वाह करो. അപ്പൊ അവിടെ ബാബ പറയുന്ന ഡ്രാമയുടെ ഓരോ ദൃശ്യങ്ങളെയും ആസ്വദിക്കുക എന്നാണ് ബാബ പറയാറുള്ളത്. അതിനൊക്കെ ആനന്ദം നുകരുന്ന ബാബ പറയാറ്. അപ്പൊ എങ്ങനെ അതിനെ ആസ്വദിക്കും? അതുകൊണ്ട് ബാബ തന്നെ അതിനെ പോകും വഴി പറഞ്ഞു, എന്തെങ്കിലും അങ്ങനെ നമുക്ക് പറ്റാത്ത ദൃശ്യങ്ങളൊക്കെ വരുമ്പോ അയ്യോ അയ്യോ എന്ന് പറയാതെ ബാബ പറയുന്ന ഓരോ ദൃശ്യത്തെ കാണുമ്പോഴും വാഹ് വാ ആഹാ ആഹാ എന്ന് പറയണം. जैसे कई बार क्या होता है कि आप जिस टीम के होते हैं और अपोजिट टीम वाला बहुत अच्छी फील्डिंग करता है या बहुत अच्छी बॉल फेंकता है तो हम उसके लिए भी तो ताली बजा ही देते हैं ना, जो ओपन माइंड के कि क्या इसने बॉल फेंकी है ना. तो माया ने भी क्या बॉल फेंकी है, वाह. लेकिन मुझे उस पर जीतना भी है, उसकी बल वाह कर दो कि माया भी बड़ी चतुर है ना, लेकिन घबराना नहीं है, डरना नहीं है. അതായത് പലപ്പോഴും നമ്മൾ കളികളിൽ ഇരുവശത്തും പാർട്ടി ഉണ്ടാകും അല്ലെ. രണ്ട് പാർട്ടികൾക്കോട് ഒത്ത് കളിക്കുമ്പോഴാണല്ലോ ജയപരാജയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കളിക്കുന്ന ടീമിന്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള വ്യക്തികൾ നല്ല രീതിയിലാണ് ഫീൽഡ് ചെയ്യുന്നെങ്കിൽ, നല്ല രീതിയിൽ ബൗളർ ആണ് എങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരും അയാൾ എത്ര നല്ലോണം കളിച്ചു എന്നുള്ളത് വരും. നമുക്ക് അവരെ തോൽപ്പിച്ച് ജയിക്കണം, പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ എന്താ വരും, ആ വ്യക്തിയുടെ പ്രതി അയാൾ എത്ര നല്ലോണമാണ് ബോൾ ചെയ്തത്, എത്ര നല്ല ഫീൽഡിങ് ചെയ്തു എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. അത്രയും ഓപ്പൺ മൈൻഡാണ്, ഓപ്പൺ ഹാർട്ടഡ് ആണെങ്കിൽ മാത്രം, വിശാല മനസ്സുണ്ടെങ്കിൽ മാത്രം. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, എങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരട്ടെ, അപ്പൊ നമ്മൾ ആരെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്, വാ മായ വാ, നീ എത്ര നല്ലോണം ബൗൾ ചെയ്ത്, അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. तो इसलिए कोई भी सीन आ जाए तो बाबा कहते हैं वाह वाह करो, हाय हाय नहीं करो, और ड्रामा एक्यूरेट है. वाह ड्रामा वाह करो
और ड्रामा एक्यूरेट है। ठीक है, अब तीसरी पॉइंट पे चलते हैं। तीसरी पॉइंट बाबा कई बार कहता है ये बात कि अगर सपोज माया से हम हार गए, आउट हो गए माया की बॉल पे, है ना, तो बाबा कहता है कोई बात नहीं, ड्रामा, कल पहले भी आप ഔട്ട് हुए थे। ഇപ്പം ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഡ്രാമ ഏത് വിധത്തിലാണെങ്കിൽ പോലും അതിൽ ഭയപ്പെടാതെ നമ്മളതിനെ ആഹാ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറയാൻ ചിലപ്പോൾ നമ്മൾ മായ എറിയുന്ന ബോളിൽ നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിച്ചോളൂ, അപ്പോഴും ബാബ പറയാം അങ്ങനെ സന്ദർഭങ്ങളിൽ തോറ്റുപോകുന്ന സന്ദർഭങ്ങളിലും കൂടി ബാബ പറയാറുണ്ട് അതും ഡ്രാമ. क्योंकि स्पोर्ट्समैनशिप क्या कहती है कि अगर आप गेम हार भी जाएं तो हारने के बाद भी डिसहार्टन ना हो, लक्ष्य रखें कि अगली गेम हम जीतेंगे. ഒരു നല്ലൊരു കളിക്കാരൻ എന്ന് പറയുന്നത് ആരെയാണ്? കളിക്കാരൻ്റെ ഉദ്ദേശം കേവലം ജയിക്കുക മാത്രമല്ല, അഥവാ തോൽവി സംഭവിച്ചാൽ തന്നെ അയാൾ ഒരിക്കലും മനസ്സ് വിഷമിക്കുന്നവനാകരുത്. അയാളുടെ ഉള്ളിൽ വീണ്ടും ചലഞ്ച് ഉണരണം. അതായത് അടുത്ത കളിയിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാളും മികവ് കാണിക്കും, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. तो इसलिए बाबा कहता है कि एक बार गलती हो गई आपसे, चलो आपकी गलती से आप आउट हो गए, माया के अफेक्ट में आ गए और आपसे कोई गलती हो गई, तो बाबा कहता है कि टू मच पश्चाताप करना भी टाइम वेस्ट करना है, इसलिए ड्रामा कहकर फुल स्टॉप लगा दो. ഇനി ബാബ ഒരു കാര്യം കൂടി പറയാറുണ്ട്. ഒന്ന്, നമ്മൾ തോൽക്കുന്നത് ചിലപ്പോൾ മായ നമ്മളെ തോൽപ്പിക്കായിരിക്കാം. രണ്ടാമത്തത് ചിലപ്പോൾ നമ്മൾ തന്നെ മായയ്ക്ക് അടിമപ്പെട്ടു പോയി, മായയ്ക്ക് വശമായി ചിലപ്പോൾ നമ്മൾ സ്വയം തോൽക്കുന്ന, നമ്മുടെ കുറ്റം കൊണ്ട് തോൽക്കുമ്പോൾ നമുക്കത് ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ ബാബ പറയാറുണ്ട് അധികം ഇങ്ങനെ പശ്ചാത്തപിക്കുന്നതും ശരിയല്ല, അത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെയും ബാബ പറയും ഡ്രാമ എന്ന് വിചാരിച്ച് അതിനവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടും. जैसे बात हो रही फुल स्टॉप लगा दो, लेकिन इसमें एक चीज़ ये भी समझना है कि फुल स्टॉप कब लगाना है ना. ऐसे नहीं कर्म करने से पहले ही फुल स्टॉप लगा दो, ड्रामा में होगा तो कर लेंगे, वो रॉन्ग हो जाएगा. कई पहले ही लगा देते हैं फुल स्टॉप. अब एक से पहले 0 लगाओगे तो कितने क्या होगा, और एक के बाद 0 लगाएंगे तो 10 बनेगा ना. एक से पहले 0 लगा देंगे तो क्या होगा, है ना. तो कई पहले ही फुल स्टॉप लगा देते हैं. कैसे? बहन जी अगर हमने कल पहले भट्टी में आए होंगे तो आ जाएंगे. ये क्या हुआ? पुरुषार्थ किए बिना ही, संकल्प किए बिना ही पहले ही फुल स्टॉप लगा दिया कि ड्राम. फिर बाबा कहते हैं बैठ जाओ, खाना भी कल पहले खाया होगा तो खा लोगे, पड़ा रहे खाना. അതായത് ഇങ്ങനെയുള്ള അബദ്ധം ചെയ്തു പോകരുത്. നമ്മൾ കുട്ടികൾ ജ്ഞാനിയാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഡ്രാമയിൽ ഡ്രാമ ബിന്ദു ഇടാൻ ബാബ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് ദീദി പറയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1ന്റെ മുന്നിൽ 0 ഇട്ടാൽ അതിന് മൂല്യം എന്തുണ്ടാകും? 1 തന്നെ ഉണ്ടാകും. 1ന്റെ മുന്നിൽ 0 ഇട്ടാൽ അത് 10 ആയിട്ടും അതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്, പുരുഷാർത്ഥം ചെയ്യുന്നതിന് മുൻപ്, സങ്കല്പം എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുത്തിടാൻ നോക്കും. അതായത് ഡ്രാമയിൽ മുന്നേ തന്നെ പാർട്ട് നടക്കുന്ന മുമ്പേ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. ആ തെറ്റൊരിക്കലും ചെയ്യരുത്. നമ്മൾ എന്താ പറയാറ്, ഭട്ടിക്ക് വാ എന്ന് പറയുമ്പോൾ പറയും നോക്കട്ടെ കൽപ്പം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ ഞാൻ വരാം. അപ്പം ഏതൊരു കാര്യത്തിനും നമ്മൾ സിസ്റ്റർ കൽപ്പം മുമ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അവിടെ സങ്കല്പവും നടന്നിട്ടില്ല, പുരുഷാർത്ഥം നടന്നിട്ടില്ല. അപ്പോൾ ബാബ നമ്മളോട് പറയില്ലേ എന്നാൽ പിന്നെ നീ ഭക്ഷണം കഴിക്കേണ്ട, കൽപ്പം മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, ആ ഭക്ഷണം അവിടെ ഇരുന്നോട്ടെ. बाबा ने आज कहा ना चतुर सुजान से चतुराई करते हैं, तो कई बाबा के बच्चे बाबा के साथ ऐसे, ये चतुराई है, सब जगह नहीं वो ये यूज करते हैं, लेकिन बाबा के घर में ये पॉइंट यूज करेंगे. तो वो बाबा कहता है कि वो आपने सही फुल स्टॉप
नहीं लगाया, आपने ज्ञान का सही इस्तेमाल नहीं कहा। पहले एक कर्म तो करो, फिर जीरो लगाओ। कर्म करे बिना ही आप जीरो लगा रहे हो तो फिर वो तो മാർക്സ് नहीं बढ़ेगा नहीं ना खाता। ഇപ്പൊ ബാബ പറഞ്ഞു തരാണ്, ആദ്യം ഒരു കർമ്മെങ്കിലും ചെയ്യും, എന്നിട്ട് പിന്നെ പറ്റോ ഇല്ല അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടോ, അത് ചെയ്താൽ അതിനൊരു മൂല്യം ഉണ്ടാകും. ഇത് കർമ്മം ചെയ്യാതെ സങ്കല്പം ചെയ്യാതെ നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യാണ്, ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ മുരളിയിൽ ബാബ എന്താ പറഞ്ഞത്, സമർത്ഥനായ ബാബയുടെ മുന്നിൽ സാമർത്ഥ്യം കാണിക്കാതിരിക്കുക കുട്ടികളെ. അപ്പൊ സാമർത്ഥ്യം കുട്ടികൾ എങ്ങനെയാ കാണിക്കുക, ബാബയ്ക്ക് തന്നെ തിരിച്ചങ്ങനെ പറയും, കൽപ്പം മുമ്പ് ഉണ്ടെങ്കിൽ നടക്കുകയാണെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ പറയില്ലേ. അപ്പൊ അങ്ങനെ ഒരിക്കലും അബദ്ധം ചെയ്ത് ആ തരത്തിൽ സാമർത്ഥ്യത്തോടു കൂടി ബിന്ദു ഇട്ടാൽ അതിനൊരു മൂല്യം ഉണ്ടാവില്ല. अब इसमें यह भी इम्पोर्टेंट होता है कि आप 10 के बाद जीरो लगा रहे हैं या 1 करोड़ के बाद जीरो लगा रहे हैं. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിന്റെ മുന്നിലാണ് ഞാൻ ഒരു പൂജ്യം ഇടുന്നത്, അപ്പൊ അത് 10 ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൂജ്യം ഇടേണ്ടത് എത്ര മൂല്യത്തിന്റെ മുന്നിലാണെന്ന്, കോടിയുടെ മുമ്പിലാണോ ഇടേണ്ടത്, അല്ലെങ്കിൽ 10ന്റെ മുന്നിൽ കുത്തിട്ട് വെച്ചാൽ മതിയോ എന്നുള്ളതും ചിന്തിക്കാം. 10 के बाद जीरो लगाया तो कितना कमाया, 100 रुपए. और किसी ने 1 करोड़ के बाद जीरो लगा दिया तो कितना हो गया, 10 करोड़. हाँ, और 10 करोड़ के बाद जीरो लगा दिया तो सीधा 100 करोड़. तो ये भी इम्पोर्टेंट है कि हम हमारे खाते में कितना है और कहाँ हम. अब जो दादियाँ थी, दादियाँ फुल स्टॉप लगाती थी, उनके खाते में तो करोड़ों थे, पद्मा पदम भाग्य जमा था. उसके बाद वो फुल स्टॉप लगाती थी तो उनका भाग्य कहाँ पहुँच जाता. तो इसीलिए बाबा कहता है हमें अब कोई साल में एक ही बार फुल स्टॉप लगाए, फर्क पड़ जाएगा. इसलिए समय अनुसार हमको जीरो ज़्यादा जल्दी एक दिन में ही 10-20 जीरो लगा दो ताकि एक दिन में ही करोड़ तक तो पहुंच जाओ. അപ്പൊ നമ്മൾ കോടീശ്വരനാകണോ അല്ലെങ്കിൽ എവിടെ വന്ന് അവിടെ തന്നെ നിൽക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ദീദി പറയാണ്, ദാദിമാരുടെ അക്കൗണ്ടിലൊക്കെ കോടികളുടേതാണ്, കോടികളുടെ സമ്പാദ്യമാണ് ഉള്ളത്. കാരണം ദീദി പറഞ്ഞു, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു കർമ്മത്തിന്റെ മുന്നിൽ 10ന്റെ മുന്നിൽ ഒരു പൂജ്യമിട്ട 100ന്റെ മുന്നിൽ പൂജ്യമിട്ട എത്രയാണ് അതിന്റെ വാല്യൂ കൂടുന്നത്, അതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 10 പൂജ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബിന്ദു ഇടാൻ അഭ്യാസം ഉണ്ട്. അത്രയും പ്രശ്നങ്ങൾ അത്രയും കാര്യങ്ങൾ വരുമല്ലോ. അപ്പൊ പെട്ടെന്ന് പൂജ്യം ഇടുന്ന അനുസരിച്ച് നമ്മൾ 100ൽ നിന്നും 1000, 1000ൽ നിന്നും 10000 അങ്ങനെ കോടി മടങ്ങ് 100 കോടിയിലേക്ക് വേണമെങ്കിലും നമ്മുടെ സമ്പാദ്യം പോകാം. ठीक है, तो कितने फुल स्टॉप लगाएंगे रोज. ഇപ്പൊ കൈ കൊണ്ട് കാണിക്കാം, വായ കൊണ്ട് अपॉर्चुनिटी बहुत है, फुल स्टॉप लगाने की आपके पास अपॉर्चुनिटीज बहुत है, क्योंकि इस समय माया अपने रूप में तो है ही है. तो बस क्या करना है, फुल स्टॉप लगाते जाना है. ड्रामा एक्यूरेट है, वहाँ ड्रामा, बस ये करते जाओ, आगे बढ़ते जाओ. പൂജ്യം ഇടാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് ഒരു ദിവസം തന്നെ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം, ആ സമയത്ത് കുത്തിടാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഡ്രാമ എത്ര ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു ദിവസം തന്നെ എത്ര കുത്തിടാൻ പറ്റുമോ അത്രയും കുത്തിടാം. പക്ഷെ കുത്തിടുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിന്റെ മുന്നിലായി ഒന്നിന്റെ പുറകെ ആയി പോകരുത്, ഒന്നിന്റെ മുന്നിലേ കുത്തിടാവൂ. अब बाबा कहता है एक और शब्द, बाबा कहता है ड्रामा कल्याणकारी है. कहता है കല്യാൺകാരി है. നമുക്ക് തോന്നുന്നുണ്ട് കല്യാണക്കാരിയാണെന്ന്. ബാബ പറയുന്നത് പോലെ ഡ്രാമ കല്യാണക്കാരി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടോ? अकल्याण में भी कल्याण समाया हुआ है. അമംഗളം നടക്കുന്നതിലും മംഗളം ഉണ്ടെന്നും ബാബ പറയാറുണ്ട്. अब जब मेरा योग बहुत अच्छा लग रहा है, मुझे सेवा की भी बहुत अच्छी अपॉर्चुनिटीज मिल रही हैं, मेरे को ब्राह्मण परिवार से भी बहुत अच्छा नाम मिल रहा है, वाह मिल रही है, तो ड्रामा बड़ा कल्याणकारी है.
वाह ड्रामा वाह वाह बाबा वाह. നമുക്ക് നല്ല രീതിയിൽ യോഗം ചെയ്യാൻ പറ്റുന്നുണ്ട്, യോഗത്തിൻ്റെ അവസ്ഥ നല്ലോണം നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല സേവാ അവസരങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ബ്രാഹ്മണ പരിവാരത്തിൽ എൻ്റെ പേരിങ്ങനെ പുകഴ്ത്തി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്നത് ബാബ പറയുന്നത് എത്ര കറക്റ്റാണ്, വാ ഡ്രാമ കല്യാണക്കാരി. अब ड्रामानुसार हर दिन होतना एक समान, अब लग रहे हैं मुझ पर कलंक. मुझे सेवा के कोई अच्छे चांस नहीं मिल रहे हैं. जो मेरी पहले वाह वाह होती थी, अब तो मेरा नाम भी नहीं लिया जाता है कहीं पर. अब ड्रामा कल्याणकारी है. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജ്ഞാനത്തിൻ്റെ ജീവിതം. മുന്നോട്ട് പോകവേ ഡ്രാമാനുസരിച്ച് പെട്ടെന്നുണ്ട് എൻ്റെ മേത്ത് പല രീതിയിലുള്ള കുറ്റം ചാർത്തപ്പെടുകയാണ്, കളങ്കം പെടുത്തി. അതുകൊണ്ടായി. രണ്ടാമത്തത്, എനിക്ക് കിട്ടുന്ന നല്ല നല്ല സേവാ അവസരങ്ങൾ എനിക്ക് കിട്ടാതായി. പിന്നീട് ബ്രാഹ്മണ കുടുംബത്തിൽ എല്ലാവരും എന്നെപ്പറ്റി വളരെ മതിപ്പ് തോന്നിച്ചിരുന്നു, എന്നെപ്പറ്റി വളരെയധികം പുകഴ്ത്തി പറഞ്ഞിരുന്നു. ഇന്ന് ആരും എൻ്റെ പേര് പോലും പറയാറില്ല. അപ്പോൾ നിങ്ങൾ പറയോ ഡ്രാമ കല്യാണക്കാരി? नहीं की है. प्रैक्टिकल क्या, उस समय भी आपके अंदर से ये आवाज निकलती है कि ड्रामा कल्याणकारी है. പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ അതിനുള്ള ഉത്തരം കൈപൊന്തിച്ച് കാണിച്ചാൽ മതി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുമോ ഡ്രാമ മംഗളക്കാരിയാണ് എന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയേ. आपके पसंद से ड्रामा नहीं चल रहा है जो आप चाहते हैं. ये मैंने एक एग्जाम्पल दिया. आप हर कोई अपनी सिचुएशन अनुसार उसको रिलेट करें कि जो आप नहीं चाहते हैं, जो आपको अच्छा नहीं लगता है, वो आपके जीवन में घटनाएं घट रही हैं, तो भी आप अपने आप को खुश रखते हैं कि ड्रामा कल्याणकारी है. സ്വയമിനെ തന്നെ തൻ്റെ ജീവിതത്തിൽ വരുന്ന പരിതസ്ഥിതികളും സിറ്റുവേഷൻ അനുസരിച്ച് സ്വയം റിലേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അപ്പോഴും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമോ ഡ്രാമ മംഗളക്കാരി എന്ന്? किसी का लॉस हो जाए और कोई परिवार का लॉस हो जाए, फाइनेंशियल लॉस हो जाए, शरीर में तकलीफ आ जाए, बहुत कुछ होता रहता है कलयुग में. कुछ भी हो जाए, ड्रामा कल्याणकारी है. അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, ചിലപ്പോൾ ബിസിനസ് പൂർണ്ണമായും പൊളിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ, ലോസ് ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് തകർന്നു പോയിരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോഴും അപ്പോഴും ഞാൻ പറയുമോ ഡ്രാമ മംഗളക്കാരി എന്ന്? मैं आपको एक हमारे यहाँ स्टूडेंट आते हैं, उनका सुनाती हूँ. 3-4 महीने पहले उनका तबीयत खराब हुआ. मधुबन जाना था, उससे पहले ही तबीयत खराब हुआ थोड़ा. और हम उनको कह भी रहे थे कि आपके चेहरे से लगता है कि आपके शरीर में कुछ तकलीफ है. तो उन्होंने चेक कराया तो उनका ब्लॉकेज निकला और इमीडिएटली बाईपास कराने के लिए डॉक्टर ने उनको सलाह दी कि अभी आप 1 दिन का भी डिले नहीं कर सकते. और उनको मधुबन बाबा मिलन में जाना था, तो वो सारा ट्रिप कैंसिल करा के वो हॉस्पिटल में एडमिट हो गए. अब एडमिट हो गए तो उन्होंने कहा कि हम मधुबन जाना था, कैंसिल हो गया, इसमें क्या कल्याण? तो मैंने कहा अगर मधुबन जाके आपको तबीयत खराब हो जाती तो वहाँ से भागना कितना मुश्किल होता. तो बाबा ने आपको मधुबन जाने से 1 दिन पहले ही यहीं आपको वो सिग्नल दिया. लेकिन यहीं उनकी जर्नी पूरी नहीं हुई. 2-3 महीने लगे उनको रिकवर होने में सर्जरी के बाद. 3 महीने बाद वो अपने बिजनेस पे काम पे गए, क्लास में आए, बिजनेस में क्लास गए. वहाँ से सीढ़ी उतर रहे थे तो एक लेबर गठरी लेकर ऊपर चढ़ रहा था. उसके हाथ से गठरी गिर गई और वो गठरी उनके ऊपर पड़ी और वो गिर गए.
और उनका हिप टूट गया। अभी बाईपास कराया, अब हिप टूट गया। अब डॉक्टर कहे आप थिनर ले रहे हैं, ब्लड थिनर ले रहे हैं, तो पहले तो आपका ब्लड ठीक करना पड़ेगा, तब हम ये हिप की सर्जरी कर सकते हैं। अब 2 महीने और वो बेड पर पड़े रहे। अब 2 महीने और बेड पर पड़ रहे और तीसरा उनका बिजनेस एकदम ठप हो गया, क्योंकि अब बिजनेस कहाँ देख, वैसे ही कोविड के बाद वो कह रहे थे बिजनेस नहीं है, जो थोड़ा बहुत था वो भी ठप हो गया। तो 6 महीने उनका ये पेपर चला, लेकिन ड्रामा कल्याणकारी है। कैसे बताते? ദീദി പറയാണ്, ദീദിയുടെ ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി ബിസിനസ്മാൻ ആയിരുന്നു. അപ്പോൾ അവർ മധുബനത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ, 4 മാസം മുമ്പ് ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പെട്ടെന്ന് വേദന തോന്നി. ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത് ഹാർട്ട് സർജറി പെട്ടെന്ന് ആവശ്യം, ഒരു ദിവസത്തിൻ്റെ ഡിലേ പോലും ചെയ്യരുത്, പെട്ടെന്ന് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദീദിയും കൂടി പറഞ്ഞു, മുഖത്തൊരു വല്ലായ്മ കാണുന്നുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ അതെന്ന് ചോദിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ദീദിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വരണ്ട എന്നും പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്ന് അവർ ക്യാൻസലായി, പിന്നീട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ടും മധുബനത്തിലേക്ക് വരാൻ പറ്റിയില്ല, അവിടെ പറഞ്ഞാൽ അത് ക്യാൻസലായി പോയി. അപ്പോൾ ദീദിയോട് പറഞ്ഞു, ഇങ്ങനെയാണോ ഡ്രാമ കല്യാണക്കാരി? അപ്പോൾ ദീദി പറഞ്ഞു, ഒരുപക്ഷെ മധുബനം മിലനത്തിന് വേണ്ടി അവിടെ പോയി, മധുബനം മിലനം ചെയ്യുന്നത് തൊട്ട് മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഓടിപ്പടിച്ചൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരണ്ടേ, പൈസയുടെ ചെലവും വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാബു മുൻകൂട്ടി തന്നെ അതൊരു ഹിന്റ് തന്നി അവിടെ തന്നെ അത് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു. ഏകദേശം 3 മാസം അതിൽ നിന്ന് റിക്കവർ ആയാൻ ടൈം എടുത്തു. അതിനുശേഷം ഈ വ്യക്തി ബാബയുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ഷോപ്പിലേക്ക് പോവുമായിരുന്നു. അവരുടെ എവിടെയാണ് ബിസിനസ് നടക്കിയിരുന്നത് അവിടത്തേക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരു തൊഴിലാളി വലിയ ഭാരമുള്ള എന്തോ ഒരു കാര്യം എടുത്ത്, എനിക്ക് മനസ്സിലായിട്ടില്ല, വ്യക്തമായിട്ടില്ല, ഭാരം ചുമന്ന് പോകുമ്പോൾ സ്റ്റെപ്പ് കയറിയിരുന്നു. പെട്ടെന്ന് അയാളുടെ കാല് വഴുതി ഈ ഭാരം ഈ വ്യക്തിയുടെ കാലിലേക്ക് വീണു. അതോടെ എന്തായി, തൊടയുടെ എല്ല് പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി ഹാർട്ട് സർജറി ചെയ്തവർക്ക് അറിയാലോ, ഈ രക്തം തിന്നാകാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് അവർ കഴിക്കുന്നുണ്ടാകാം. അപ്പോൾ രക്തം ഇങ്ങനെ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാതെ ഇവർക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല. അതിന് തിന്നറിന് കൊടുക്കുന്ന ടാബ്ലറ്റ് മാറ്റേണ്ടതായി വരും. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ആ സർജറിയും കഴിഞ്ഞ് അങ്ങനെ 2 മാസം വീണ്ടും നീണ്ടുപോയി. അപ്പോൾ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കെ തന്നെ ബായി പറഞ്ഞിരുന്നു, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ബിസിനസ് തീരെ പോക്കാണ്. അപ്പോൾ ഈ 6 മാസം ഇവർ ബിസിനസ് കാര്യത്തിന് പോകാതിരുന്നപ്പോൾ ടോട്ടലി എന്തായി, ബിസിനസ് അങ്ങ് ഡൗൺ ആയി പോയി. അപ്പോൾ പറയാൻ പറ്റുമോ ഡ്രാമ കല്യാണക്കാരി? कल्याण कैसे है सिर्फ शब्द बोलने की बात नहीं, उसको समझना होता है कि कल्याण कैसे है। क्योंकि अगर हम वैसे कई बोलते हैं तो हम ऊपर से तो ड्रामा बोलते रहते हैं कल्याण, और अंदर से अवस्था हिल रही होती है। ऊपर से बोलते हैं हाँ कल्याणकारी है, जो हुआ अच्छा, लेकिन अंदर में अवस्था हिल रही होती है। तो कल्याण कैसे है, उसका एक उत्तर बाबा ने ही दिया हुआ है। बाबा कहता है कि बच्चे तुमको धर्मराजपुरी में नहीं जाना है। जाना किसी का है मन धर्मराज से? ആർക്കെങ്കിലും മനസ്സുണ്ട് ധർമ്മരാജപുരിയിൽ പോകണമെന്ന്? ഒന്നെങ്കിൽ കൈ ഉയർത്താ അല്ലെങ്കിൽ തലയാട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്തോളൂ. कोई भी नहीं चाहता, चाहते हो? नहीं। तो बाबा भी जानता है कि धर्मराज की सजाएं कड़ी हैं, एक की पदम गुणा है, और यहाँ पर बाबा हमारा थोड़े में ही चुकतू करा देगा हमारे कर्मों का हिसाब किताब। तो इसमें सबसे बड़ा कल्याण ये है कि हम धर्मराज की सजाओं से बच रहे हैं। सबसे बड़ा कल्याण जो मैंने कल भी कहा था कि मैं बाबा को धर्मराज रूप में भी देखती हूँ, तो जब भी मेरे सामने ऐसा कोई पेपर आता है तो मैं कहती हूँ बाबा मुझे आपको धर्मराज रूप में नहीं देखना, इसलिए आप बाप रूप में मेरा ये पेपर
बाप बनकर ये मेरा पेपर जो है, मेरे जो 63 जन्मों के हिसाब किताब है, वो बाप के रूप में ही चुकतू करवा रहे हो। അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ നമ്മൾ ചിന്തിക്കും, പിന്നെ എങ്ങനെ ഇത് ഡ്രാമ മംഗളക്കാരി. അപ്പൊ പലപ്പോഴും നമ്മൾ ജ്ഞാനി കുട്ടികള് ശബ്ദം മാത്രം പ്രയോഗിക്കും, ഡ്രാമ 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 മംഗളക്കാരിയാണെന്ന് മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ അവസ്ഥ അതായിരിക്കണമെന്നില്ല. ഡ്രാമ മംഗളക്കാരി എന്നുള്ള രൂപത്തിൽ നമുക്കൊരിക്കലും സ്വീകരിച്ച ആ ഒരു പക്ക അവസ്ഥ നമ്മുടേത് ഉണ്ടായിരിക്കില്ല. അപ്പൊ ദീദി പറയാണ്, നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു കാര്യമായാലും മംഗളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ കണക്കുകൾ ഈ രൂപത്തിൽ തീരുന്നു എന്ന് വിചാരിക്കണം. രണ്ടാമത്തത്, എനിക്കൊരിക്കലും ധർമ്മരാജപുരിയിൽ പോകേണ്ട ആവശ്യമില്ല, അവിടെ പോയിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാബയ്ക്ക് അറിയാം ധർമ്മപുരിയിലെ ശിക്ഷ വളരെയധികം കടുത്തതായിരിക്കും. ഇന്നലെ ദീദി സർവ്വസംബന്ധങ്ങളുടെ ഇതിൽ പറഞ്ഞിരുന്നു, ഒരു സംബന്ധത്തിൽ ഞാൻ ബാബയെ കാണുന്നത് ധർമ്മരാജാവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ബാബയോട് പറയാറുണ്ട്, ഇങ്ങനെയുള്ള എക്സാം പേപ്പർ വരുമ്പോൾ ദീദി ബാബയോട് പറയാറുണ്ട്, ബാബ എനിക്ക് നീ അച്ഛൻ്റെ രൂപത്തിൽ തന്നെ ഇങ്ങനെയുള്ള കണക്കുകൾ 63 ജന്മങ്ങൾ കണക്കുകൾ ഈ രൂപത്തിൽ എനിക്ക് തീർത്താൽ മതി, എനിക്ക് ധർമ്മരാജപുരിയിൽ പോകണ്ട. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് ജന്മത്തിൽ എന്ത് ചെയ്തു എന്നല്ലല്ലോ, അത് അവിടെ എന്താവാണ്, പതുക്കെ 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 ക്ലിയർ ആവുകയാണ്. एक बाप हंटर मारेगा और एक धर्मराज हंटर मारेगा, फर्क तो होगा कि नहीं होगा? മായ ഏക് മായ नहीं, एक बाप. അപ്പൊ രണ്ട് പ്രകാരത്തുള്ള അടി കിട്ടും. ഒന്ന് അച്ഛന്റെ രൂപത്തിൽ, രണ്ടാമത്തത് ധർമ്മരാജത്തിന്റെ രൂപത്തിൽ, ധർമ്മരാജാവിന്റെ രൂപത്തിൽ. फर्क होगा कि नहीं होगा? അപ്പൊ ആ അടിക്ക് വ്യത്യാസം കാണില്ലേ? അച്ഛനടിക്കും എങ്ങനെ, ധർമ്മരാജാവ് അടിക്കും എങ്ങനെ? जिसको बाबा कहता है मैं सूली का कांटा कर देता हूँ. അതാണ് ബാബ പറയുന്നത്. അതായത് സൂചിയെ ബാബ മുള്ളാക്കി മാറ്റുന്നു. സൂചി പോലുള്ളതിനെ ബാബ അതിലും സൂക്ഷ്മം മുള്ളാക്കി മാറ്റും. धर्मराज सूली का कांटा नहीं करेगा. ധർമ്മരാജാവ് അങ്ങനെ ഒരിക്കലും ആക്കാൻ പറ്റുകയില്ല. इसलिए बाबा कई बार कहता है कि बच्चा, अभी मैं बाप हूँ, जिस दिन धर्मराज की सीट पे बैठ जाऊंगा उस दिन केवल धर्मराज ही रह जाऊंगा, मैं फिर बाप नहीं रहूंगा. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ രൂപത്തിലാണ്, പക്ഷെ ഞാൻ എപ്പോഴാണോ ധർമ്മരാജാവിൻ്റെ സീറ്റിൽ ഇരിക്കുന്നത് അപ്പം അതൊരിക്കലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അവിടെ ധർമ്മരാജാവ് തന്നെ ആയിരിക്കും, അവിടെ അച്ഛൻ്റെ രൂപം ഉണ്ടാവില്ല. तो इसीलिए जो सबसे अच्छा समय अपने कर्मों के हिसाब किताब चुकतू करने का है वो ये ब्राह्मण लाइफ में है. അതായത് നമ്മുടെ ഏറ്റവും നല്ല സമയം, നമ്മുടെ എല്ലാ കർമ്മത്തിന്റെ കണക്കുകളെ തീർക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് അത് ഈ ബ്രാഹ്മണ ജീവിതം തന്നെയാണ്. इसलिए अगर आप देखो, ड्रामा कल्याणकारी इसलिए है जो हमने 63 जन्मों में कर्म करे उसका मैक्सिमम हिसाब किताब हम इस समय चुकतू कर रहे हैं, क्योंकि इस समय बाबा है हमारे साथ. അപ്പൊ ഇതിലൊരു മംഗളക്കാരി കാര്യം എന്ന് പറഞ്ഞാല് 63 ജന്മങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്കുകളാണ് ഈ ഒറ്റ ജന്മത്തിൽ നമ്മൾ കുറെയൊക്കെ തീർക്കുന്നത്. കാരണം ഈ സമയത്ത് എൻ്റെ കൂടെ ആരുണ്ട്? ബാബയുണ്ട്. इसलिए बाबा कई बार मुरली में भी कहता है, बच्चे तुम्हारे ऊपर 63 जन्मों के विकर्मों का बोझ है, कहता है ना बाबा. तो एक्चुअल में बाबा वो सारे 63 जन्मों का कुछ तो हमने गर्भ जेल में करा, लेकिन मैक्सिमम बाबा अपने गोद में लेकर वो हिसाब किताब हमारे चुकतू करवा रहा है. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അതായത് 63 ജന്മം ചെയ്ത പാപത്തിന്റെ, അത് വികർമ്മങ്ങളുടെ ഭാരം തലയിലുണ്ട് മക്കളെ എന്ന് പറയാറുണ്ട്. അപ്പൊ ബാബ പറഞ്ഞു തരണ ഏകദേശം ഒരുപാട് കണക്കുകളൊക്കെ നമ്മൾ ജന്മം എടുത്തെടുത്ത് ഗർഭജയിലിന് തന്നെ തീർത്തിട്ടുണ്ടാകും. പക്ഷെ മാക്സിമം കണക്ക് എന്താണോ വികർമ്മങ്ങളുടേതുള്ളത് അതൊക്കെ ബാബ തീർക്കാനുള്ളൊരു അവസരം നൽകി ബാബ തന്നെ മടിയിൽ സ്വീകരിച്ചതിന് ശേഷം. इसलिए बाबा कई बार आपने सुना होगा, साकार मुरली में कहता कि कई बार बच्चे कहते हैं ज्ञान में आने से पहले तो ये सब नहीं था, पता नहीं ज्ञान में आने के बाद ये क्या हो रहा है.
പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറില്ലേ, ജ്ഞാനത്തിൽ വരുന്നതിന് മുൻപ് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എത്ര നല്ലതായിരുന്നു, ജ്ഞാനത്തിന് വന്ന ശേഷം അറിയില്ല എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്ന് പറയാറില്ലേ. അതാണ് പറഞ്ഞത്, ബാബ മടിത്തട്ടിൽ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള കണക്കുകളെയും തീർക്കാണ്. वो कुछ नहीं है. बाबा कहते हैं ना कि दुख जब हमारे, बाबा ने ड्रामा ही ऐसा बनाया है कि जब हमारा टाइम ऑफ सेटलमेंट शुरू होता है, जिसको क्रिश्चियनिटी में टाइम ऑफ सेटलमेंट कहा, मुस्लिम लोग कयामत का समय कहते, और गीता में धर्म ग्लानि का महाभारी महाभारत लड़ाई का समय कहा गया. तो जब अति दुख अर्थात हमारे कार्मिक अकाउंट सेटल करने का टाइम आता है, तो बाबा उस समय हमें अपनी गोद में ले लेता है, अपनी गोद में रखकर हमारे कार्मिक अकाउंट क्लियर करवाता है. लाडले है ना उसके. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും, എല്ലാ ധർമ്മത്തിലും അതിൻ്റെതായിരിക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സനാതനധർമ്മം പറയും ധർമ്മഗ്ലാനിയുടെ വക്കിൽ നിൽക്കുമ്പോൾ സമയമാകുമ്പോൾ, അതേപോലെ തന്നെ ഇസ്ലാം ധർമ്മത്തിൽ പറയുകയാണെങ്കിൽ അത് കയാമത്ത് കാ സമയം എന്ന് പറയും. ക്രിസ്ത്യാനിറ്റിയിലും കൂടി പറയുന്നുണ്ട് ദ ലാസ്റ്റ് ഡേ ഓഫ് സപ്പർ എന്ന് അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ കണക്ക് എപ്പോഴാണോ ലാസ്റ്റ് ഘട്ടത്തിൽ തീർക്കേണ്ട സമയം എത്തുന്നത്, പൂർണ്ണമായിട്ടും തീർക്കേണ്ട സമയം എത്തുമ്പോൾ ബാബ അപ്പോഴാണ് നമ്മളെ ഏറ്റെടുത്ത് തൻ്റെ മടിയിൽ സ്വീകരിക്കുന്നത്. അപ്പം മടിയിൽ വെച്ച് തന്നെയാണ് ബാബ പറയുന്നത് കുട്ടികൾക്കൊരു പ്രയാസം കൂടാതെ അതിനെ തീർക്കാനുള്ള സമയമാണ് ഇത്. लेकिन हम एक गलती क्या कर देते कि ऐसे समय पर हमें क्या करना है, हमें केवल बाबा की गोद में आकर बैठना है. और हम क्या करते, हम व्यर्थ संकल्पों की गोद में चले जाते, अर्थात माया की गोद में चले जाते. ये क्यों हो रहा है, ये क्या हो रहा है, ऐसे क्यों हो रहा है मेरे साथ, बाबा ये क्या है, ऐसा तो नहीं होना चाहिए, अब तो मैं आपका बच्चा बन गया हूँ, इतना योग लगाता हूँ, इतनी सेवा करता हूँ, फिर भी मेरे साथ ऐसा क्यों. तो ये हमने क्या किया गलती कि बाबा कहते हैं बच्चे मेरी गोद में आ जाओ, मैं तुम्हारा चुकतू करा दूंगा, और हम व्यर्थ संकल्पों की गोद में अर्थात माया की गोद में चले जाते हैं. तो जो कष्ट आया है वो कष्ट ज्यादा लगता है. അപ്പൊ നമ്മൾ കുട്ടികൾ ചെയ്യുന്ന അബദ്ധങ്ങൾ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തിക്ക് വന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും, അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കൂടെ 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 പ്രശ്നങ്ങൾ വരുമ്പോൾ ബാബ പറഞ്ഞിരിക്കുന്ന കുട്ടി അങ്ങനെ വല്ല പ്രയാസം വന്ന ഓടിക്കേറി എൻ്റെ മടിയിൽ ഇരുന്നാലോ എന്ന് പറയും. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും, വേണ്ടാത്ത ചിന്തകൾ അങ്ങനെ മെനഞ്ഞ് 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 എൻ്റെ ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ വന്നു പോയി, ഞാൻ എത്ര യോഗം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് തന്നെ വരണം, ഇതൊക്കെ എനിക്ക് എന്തിനാ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേണ്ടാത്ത സങ്കല്പങ്ങളിൽ പെടുമ്പോൾ, അതായത് മായയുടെ മടിത്തട്ടിലേക്ക് നമ്മൾ അങ്ങനെ ചാഞ്ഞു പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാരത്തിന്റെ കുറവല്ല ഉണ്ടാവുക, ആ പ്രശ്നത്തിന് ഭാരമായിട്ട് വീണ്ടും നമുക്ക് തോന്നും, പറഞ്ഞാൽ അത് നീങ്ങാതെ വീണ്ടും വീണ്ടും കൂടുന്നതായിട്ട് തോന്നും. तो इसीलिए ड्रामा कल्याणकारी है. जो बाबा कहता है कि तुम्हारे जीवन में जो भी आया हिसाब किताब, वो जब तुम मेरे बने तब आया, ताकि तुम्हें मेरी छत्र छाया मिल सके. इसलिए ड्रामा जो है कल्याणकारी है. और तीसरा कल्याण इसमें है जो उस भाई को मैंने समझाया और उस भाई ने किया, जो हम यूजुअली सबको समझाते. तो उस भाई को मैंने यही कहा कि तुम और सब बातें छोड़, आपको बाबा ने ये समय दिया है, आप ज्ञान योग में अपना समय सफल करो, मुरली पढ़ो, मुरली सुनो, योग लगाओ. तो उसने मुझे यही फ़ोन करके मैसेज देता कि दीदी मेरी अवस्था उल्टा अच्छी हो गई है बीमार हो ये सब होने से, क्योंकि मैंने अपने आप को ज्ञान योग में बिजी कर लिया है, और मेरी अवस्था, मेरा योग जो पहले था, भागता रहता था बिजनेस में यहाँ वहाँ, उल्टा मुझे टाइम मिल गया, तो मेरी अवस्था बहुत अच्छी हो गई. അപ്പോൾ ഒന്നാമത്തേത്, നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മായയുടെ മടിത്തട്ടിൽ പോകുന്നതിന് പകരം വേഗം വന്ന് ബാബയുടെ മടിത്തട്ടിൽ ഇരിക്കാൻ വേണ്ടി നോക്കാം. ഒന്ന് ആ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ ബേഞ്ചി പറയാണ്,
ആ ഭായിയോട് ദീദി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തയെല്ലാം വിട്ടേക്ക്, എന്തിനിങ്ങനെയായി, എന്തിനങ്ങനെ പറ്റി, ആ ചിന്തകളൊക്കെ വിട്ടേക്ക്. ബാബ ഇപ്പോൾ ഡ്രാമ അനുസരിച്ച് നിങ്ങൾക്ക് സമയം അവസരം നൽകിയിരിക്കുകയാണ്. ഈ ഓട്ടച്ചാട്ടമൊക്കെ നിർത്തി ഒന്ന് ഇരുന്ന് ജ്ഞാന യോഗത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാൻ. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ബായി അത് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ സമയത്തും ദീദിയെ വിളിച്ചറിയിക്കാൻ തുടങ്ങി. ഇത്രയും കാലം ജ്ഞാനത്തിലില്ലാത്ത നല്ലൊരു അവസ്ഥയിലേക്ക് എനിക്ക് മടങ്ങി വരാൻ പറ്റി, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി, എനിക്ക് കൂടുതൽ സമയം ജ്ഞാനത്തിലും യോഗത്തിലും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അവസ്ഥയിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അപ്പൊ അതും കൂടി ഒരു മംഗളകാര്യമല്ലേ? ठीक है, तो अभी आपका ब्रेक का टाइम हो गया है, तो ड्रामा एक्यूरेट है, आपको यूज करना है। अब ये सिर्फ बोलना नहीं है, लेकिन उसको क्योंकि अंधश्रद्धा की बात नहीं है, बाबा जो एक्यूरेट कहता है उस एक्यूरेट को यथार्थ ज्ञान को समझ के यूज करना है। जो बाबा कहता है वहाँ ड्रामा वहाँ करो, तो अब एक्चुअल में वहाँ ड्रामा वहाँ हम करेंगे। और ड्रामा कल्याणकारी है, ये भी हम यथार्थ समझकर उसको यूज करेंगे। और ड्रामा रूपी बिंदी भी है ना, वो भी हमको सही विधि से पहले नहीं लगाना है, पहले पुरुषार्थ, फिर बाद में हम ड्रामा रूपी बिंदी लगाएंगे। और एक और बात बाबा कहता है, ड्रामा हूबहू रिपीट होता है, वो फिर शाम को उस पर चर्चा करेंगे। ഇപ്പോൾ ഡ്രാമയുടെ പോയിന്റിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി അറിവോടുകൂടി വേണം, അത് കല്യാണക്കാരി എന്നുള്ള രീതിയിലാണെങ്കിലും ബിന്ദു ഇടുന്നതിൻ്റെ രീതിയിലാണെങ്കിലും ആ അർത്ഥസഹിതം നമുക്ക് സ്വീകരിച്ച് വാ ഡ്രാമ വാ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം, ശ്രദ്ധിക്കണം. सरल हो जाएगा, सब सौंप दो प्यारे प्रभु को, सब सरल हो जाएगा। खुशियों की सुंदर झील में जीवन कमल मुस्काएगा, सब सौंप दो प्यारे प्रभु को। तेरा ये मान ले, सब कुछ तेरा।